ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ ഒന്ന് മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ബോഗൺവില്ല ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞും തണുപ്പൊക്കെ ആണ് കേട്ടോ. കുറച്ചങ്ങ് കഴിഞ്ഞാൽ നല്ല വെയിലും നല്ല ചൂടൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഇവിടെയൊക്കെ അതിൻ്റെ തലേ ദിവസം വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. മുറ്റവും നമ്മളെ പരിസരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അകത്തത്തെ കാര്യങ്ങളും കുറേ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടണമെങ്കിലും നല്ല പണിയുണ്ട് കേട്ടോ. ഈ ഒരു വെയിലിനും ചൂടിനൊക്കെ ഇങ്ങനെ ഭയങ്കര പൊടിയാണ് കേട്ടോ ചെപ്പ് ആക്കൊക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷേങ്കിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് എത്തിയതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. ഇന്ന് കടലക്കറിയായിരുന്നു കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ അന്ന് ഫത്തൂന് മദ്രസയിൽ എക്സാം ഉണ്ട്. അപ്പോൾ അവൾക്ക് വേഗം തന്നെ മദ്രസയിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായയൊക്കെ ആക്കിയിട്ട് അവളെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മദ്രസയിൽ 6:30 തന്നെ പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ കബോർഡിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ളൊക്കെ പാത്രങ്ങളും പിന്നെ നമ്മളെ എല്ലാ പൊടികളും ഇട്ട് വെച്ചിട്ടുള്ള കുപ്പികളൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഒഴിവാക്കി ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കുപ്പീൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടിടാമല്ലോ എല്ലാ സാധനങ്ങളും. അപ്പോൾ നമുക്ക് എല്ലാ ഗരം മസാല പിന്നെ ജീരകങ്ങൾ അങ്ങനെയൊക്കെ പൊടിച്ചതൊക്കെ നമുക്ക് കുപ്പിയിലാക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കഴുകി ഉണക്കണമല്ലോ കുപ്പികളൊക്കെ. അതിന് വേണ്ടി അതെല്ലാം ഇങ്ങനെ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുറത്തുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ കബോർഡിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഒന്ന് എടുത്ത് തുടച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പിന്നെ അതിൻ്റെ ഉള്ളിൽ പൊടി പിടിക്കാനോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു, അതിനെക്കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ഒക്കെ റെഡിയാക്കി അത് ഉന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് നടത്തുകയാണ്. കാരണം എനിക്കിങ്ങനെ പണികളൊന്നും ഇങ്ങനെ ബാക്കി വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പം തലേ ദിവസം കുറച്ച് ബാക്കിയായിട്ടോ പണികൾ. അപ്പോൾ അതവിടെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉണക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. നമ്മളിങ്ങനെ ഒതുക്കി വെക്കുന്നത് കാരണം നമുക്കിത് എത്ര ഉണ്ട് എന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. ഇത് പാത്രങ്ങൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ. അത്രയ്ക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ അവിടെയും ഇവിടെയും ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഒതുക്കി വെക്കുകയും വേണമല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ തലേ ദിവസം ഇങ്ങനെ എല്ലാ ജോലികളും ആയപ്പോൾ എനിക്കിങ്ങനെ വയ്യ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വെച്ചതാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒന്നും ഇടൂല കേട്ടോ. അപ്പോൾ തന്നെ വേഗം ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്കൊരു ക്ഷീണം വന്നപ്പോൾ ഭയങ്കര വെയിലും ചൂടും അല്ലേ, അതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഓരോ കപ്പുകളും സാധനങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഈ കബോർഡിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഞാനെടുത്ത് തുടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഓരോ പാത്രങ്ങൾ എടുത്തത് അതേതായിട്ടുള്ള സ്ഥലത്ത് തന്നെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ തിരയേണ്ടി വരുമല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം എന്നാൽ പിന്നെ ഒരു സ്ഥലത്ത് തന്നെ നോക്കിയാൽ മതിയല്ലോ. നമുക്ക് ആ ഒരു മൈൻഡിൽ ആ ഒരു സാധനം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഒരാളോട് പറഞ്ഞും കൊടുക്കാം കേട്ടോ, ഇന്ന സ്ഥലത്ത് ആ സാധനം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മളെ റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് വല്ലാത്തൊരു സുഖമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ദാരിദ്ര്യം ഇല്ലാത്തൊരു മാസം തന്നെ പറയേണ്ടി വരും. അല്ലാത്ത സമയത്ത് ദാരിദ്ര്യം ഉണ്ട് എന്നല്ല കേട്ടോ. ഒന്നിനും നമ്മൾ ഒരു ബുദ്ധിമുട്ടാവുന്ന ഒരു ടൈം ഉണ്ടാവില്ല. കാരണം ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാ സാധനങ്ങളും നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ എത്തുന്നത് പോലെ തോന്നും കേട്ടോ. അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല, അൽഹംദുലില്ലാ. പിന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ. കാരണം ഇത് എടുത്തിട്ട് കഴുകാൻ അത്ര പണി ഉണ്ടാവില്ല. ഇതൊക്കെ ഒതുക്കി വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും പണി.
കാരണം ഇത് ഓരോ സാധനങ്ങളും എടുത്ത് അത് കറക്റ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കുകയും വേണ്ടേ. അപ്പോൾ പച്ചക്കറിയും സാധനങ്ങളും അങ്ങനെയുള്ളതും ഒക്കെ വിട്ട് വെക്കുന്ന തട്ടുകളും എല്ലാം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നും നമ്മൾ കഴുകാനില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മളെ മനസ്സും ശരീരവും വീടും ഒക്കെ ഒരുങ്ങണമല്ലോ റമദാനിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ആരും ഇങ്ങനെ ഒരു പണി ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കട്ടോ, എന്നും ചെയ്യുന്ന പണികൾ തന്നെയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യലില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ റമദാൻ മാസം എല്ലാ ജോലികൾ ചെയ്യുമ്പോഴായാലും നൗഷയൊക്കെ ദേഷ്യം പിടിക്കുന്ന ആളാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തത് തന്നെ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു ടൈം ആകുമ്പോൾ ആൾക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജനൽ ഞാനിങ്ങനെ വെള്ളം നനച്ച് കഴുകാറൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം നനച്ച് തുടക്കുക. പിന്നെ ഗ്ലാസ്സുകളൊക്കെ നല്ലോണം പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് പേപ്പർ ഇട്ടിട്ട് തുടക്കുക എന്നല്ലാതെ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകലൊന്നുമില്ല. കാരണം വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അടിച്ചിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം അടിക്കുന്ന സമയത്ത് ആ പെയിൻ്റൊക്കെ പൊളിഞ്ഞു പോരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കഴുകുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല കേട്ടോ. കൂടുതലായിട്ട് വെള്ളത്തിൽ കളിക്കുക അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയിൽ നല്ല രീതിയിൽ ചെയ്യും. പിന്നെ ഫ്രിഡ്ജും എല്ലാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് നല്ലോണം കഴുകി ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.